ഹലോ ഫ്രണ്ട്സ്, ഡിസംബർ ജനുവരിയൊക്കെ ട്രിപ്പൊക്കെ പോകാൻ പറ്റിയ സമയമാണ്. ഒരു 1 ഡേ ട്രിപ്പിന് പറ്റിയ ഒരു നല്ല സ്ഥലം ഞാൻ പറയാം. ഒരു 400 രൂപ ടിക്കറ്റ് എടുത്ത് ഒരു റിസോർട്ടിൽ എന്ത് കാണാനിരിക്കുന്നു എന്ന് വിചാരിച്ചാണ് ഇത്രയും നാൾ ഞാനിവിടെ പോകാതിരുന്നത്. പക്ഷേ ചെന്ന് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇവിടെ ഒത്തിരി കാണാനുണ്ട്. മാംഗോ മെഡോസ് ലോകത്തിലെ ആദ്യത്തെ അഗ്രികൾച്ചറൽ തീം പാർക്കാണ് എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. 30 ഏക്കറോളം വരുന്ന ഈ സ്ഥലം നമുക്ക് വേണമെങ്കിൽ നടന്ന് കാണാം, അല്ലെങ്കിൽ വരുന്ന ആളിൻ്റെ എണ്ണം അനുസരിച്ച് അതിന് പറ്റിയ വാഹനത്തിൽ അവർ കൊണ്ട് കാണിക്കും, കൂടെ ഒരു ഗൈഡും ഉണ്ടാവും. ആദ്യം നമ്മൾ പോയത് മീനിന് തീറ്റ കൊടുക്കുന്ന സ്ഥലത്തേക്കാണ്. അതൊരു ലേക്കാണ്. അതിൻ്റെ സൈഡിലൊക്കെ ആൾക്കാർക്ക് താമസിക്കാൻ പറ്റിയ സംവിധാനമുണ്ട്. അതുപോലെ തന്നെ പെഡൽ ബോട്ടിംഗ് സൗകര്യമുണ്ട്. നമ്മൾ മീനിന് തീറ്റ ഇട്ട് കൊടുത്തു. ഇത് ആവോലി മീനെന്നാണ് ഗൈഡ് പറഞ്ഞത്. ഇവിടെ കുട്ടവഞ്ചി യാത്രയുണ്ട്, ബാസ്ക്കറ്റ് ബോട്ടിംഗ്. ചൂണ്ടയിടൽ ഹോബിയാക്കിയവർക്കായി ചൂണ്ടയിടൽ കേന്ദ്രമുണ്ട്. പാടത്തോട് ചേർന്ന മനോഹരമായ സ്ഥലം. ഇവരുടെ തന്നെ സ്വിമ്മിംഗ് പൂളുണ്ട്. സ്വിമ്മിംഗ് പൂളിനോട് ചേർന്ന് ഒരു കോട്ടേജ് ഉണ്ട്. ആ കോട്ടേജ് ഇരിക്കുന്ന ഒരു കാടിൻ്റെ അന്തരീക്ഷത്തിലാണ്. സമാധാനമായിട്ട് താമസിക്കാൻ പറ്റിയ സ്ഥലം. വെരി നൈസ്. ഞാൻ വന്നത് ഒരു 45 മിനിറ്റുള്ള ഗൈഡ് ടൂറിലാണ്. പിന്നീട് എനിക്ക് തോന്നി നടന്നു വന്നാൽ മതിയായിരുന്നു എന്ന്. ഇവിടെ ബോട്ടിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു വാലന്റൈൻസ് ഗാർഡനും അതിനോട് ചേർന്ന് ആൽമര ചുവട്ടിൽ പ്രണയഗാനങ്ങളുമായൊരു ചേട്ടനും. എന്താ അല്ലേ, അടിപൊളി. ഞാനിവിടുത്തെ പകുതി കാര്യങ്ങൾ പോലും പറഞ്ഞിട്ടില്ല. ഇവിടെ നല്ലൊരു വെജിറ്റബിൾ ഫാമുണ്ട്. രാവിലെ 10 മുതൽ വൈകുന്നേരം 5 വരെയാണ് ഇവിടുത്തെ സമയം. നിസ്കരിക്കണമെന്നുള്ളവർക്ക് ഒരു നിസ്കാര പള്ളി ഇവിടെ ഉണ്ട്. അത്യാവശ്യം തിരക്കായിട്ടില്ലാത്ത ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. തിരക്കാണെങ്കിൽ പുറത്തു പോയി കഴിക്കാം. നീണ്ടൂർ, അതിരമ്പുഴ ഭാഗത്തൊക്കെ നല്ല നാടൻ ഷാപ്പുകളുമുണ്ട്. കോട്ടയം കടുത്തുരുത്തിയാണ് ഇതിൻ്റെ ലൊക്കേഷൻ. കടുത്തുരുത്തിയിൽ നിന്ന് 4 കിലോമീറ്റർ മാറി ആയാങ്കുടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് മാംഗോ മെഡോസ് ഉള്ളത്. അപ്പോൾ സുഹൃത്തുക്കളെ, മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.